കാര്യം ഉണ്ടാവാൻ പോകുന്നില്ല. ആരും നയിക്കണമെന്ന് തീരുമാനിക്കുന്നുള്ളൂ. ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്റെ വേൾഡ് ഓഫ് പഠിക്കുകയാണ് പരീക്ഷ എന്ന് പറയുന്നത്. ഇൻഫർമേഷൻ ഏജിൽ നിന്നും ഇന്റലിജൻസ് അതിനകത്ത് പുറത്തേക്ക് അതിന് വേണ്ടത്. Everybody is aware that there is a need for change. ഈ സിസ്റ്റം ആക്ച്വലി ഇവരെ അൺയൂസ്ഡ് ആയിട്ട് അണ്ടർ യൂട്ടിലൈസ്ഡ് ആയിട്ട് ഒരുപാട് കാലഘട്ടത്തിലേക്ക് കീപ്പ് ചെയ്യാണ്. അവിടെ അവർ ഡിനൈ ചെയ്യപ്പെട്ടത് അവരുടെ റൈറ്റ് ആണ്, ടു ബി റെപ്രസെന്റഡ്, ടു ബി ആൻസേർഡ്, to break their systems, to break their boxes. അവരല്ല ആ തീരുമാനം എടുത്തത് പോലും എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നിട്ട് അതിനെ മുളപ്പിച്ച് എങ്ങനെയെങ്കിലും എടുത്ത് ഒരു ബോൺസായി ചെടി പോലെ വെച്ചിട്ട് ഓരോ സ്ഥലത്തായിട്ട് ട്രീഡ് ചെയ്യാണ് ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്. നോളജ് എന്ന് പറയുന്നത് സോഷ്യലൈസ് ചെയ്യാനും എന്റെ എക്സ്പോഷർ ബിൽഡ് ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് ആണ്. 90% of the students were not able to do this. ഇപ്പോഴത്തെ വേൾഡിലേക്ക് വേണ്ടത് അവർക്ക് സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാനുള്ള പവറാണ്. ഫെയിൽ ചെയ്യാൻ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്തൊക്കെ പറയാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷെ ദ സർക്കംസ്റ്റാൻസസ് ആർ ഡിഫറെന്റ് ഫോർ ഈച്ച് ആൻഡ് എവറി പേഴ്സൺ. ഇതിനെങ്ങനെയാണ് നമ്മൾ നാവിഗേറ്റ് ചെയ്യും? വളരെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സിസ്റ്റം ആക്ച്വലി ഇവരെ അൺയൂസ്ഡ് ആയിട്ട് അണ്ടർ യൂട്ടിലൈസ്ഡ് ആയിട്ട് ഒരുപാട് കാലഘട്ടത്തിലേക്ക് കീപ്പ് ചെയ്യാണ്. ആൻഡ് വാട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, അത്രയും എബണ്ടന്റ് ആയിട്ടുള്ള വേൾഡിനകത്ത് അവർക്ക് വേണ്ടത് ഏജൻസിയാണ്. ഏജൻസി മീൻസ് എനിക്കൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ചെയ്യാൻ കഴിയുമെന്ന് പറയുന്ന ഒരു കോൺഫിഡൻസ്. അത് കേർട്ടയിൽ ചെയ്യാനായിട്ടാണ് ഈ നോർമലി ഒരു പ്രോസസ്സിലൂടെ നമ്മൾ കടത്തിക്കൊണ്ട് പോകും. ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൂടെ കടത്തി കഴിയുന്ന സമയത്ത് ആ ഏജൻസി ഇവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ബട്ട് ദാറ്റ് വാസ് പെർഫെക്റ്റ്ലി ഫൈൻ ഇൻ ആൻ ഇൻഡസ്ട്രിയൽ എറ. കാര്യം റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരായിരുന്നു അവിടെ ആവശ്യം. പക്ഷെ ഇപ്പോഴത്തെ വേൾഡിലേക്ക് വേണ്ടത് അവർക്ക് സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാനുള്ള പവറാണ്, ഫെയിൽ ചെയ്യാനുള്ള പവറാണ്. ഫെയില് ചെയ്യുമ്പോൾ അത് നാണക്കേടാണ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിനകത്ത് അവർ ജീവിക്കുമ്പോൾ അവർക്ക് ഫെയിൽ ചെയ്യാനുള്ള മടി കാരണം അവർ അതിനെ അവോയ്ഡ് ചെയ്യണം. അപ്പം അച്ഛനും അമ്മയെ തീരുമാനം എടുക്കട്ടെ, ഫെയിൽ ചെയ്താലും ഡു ഇറ്റ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇവരെ ഓവറായിട്ട് കംഫർട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അവർ ജീവിക്കാൻ പോകുന്ന ഫ്യൂച്ചറിലേക്ക് പ്രിപ്പയർ ചെയ്യാൻ അനുവദിക്കാതിരിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇന്ന് ഫെയിൽ ചെയ്യുന്നതുകൊണ്ട് ഒരു നാണക്കേടുന്നുണ്ട് അത് വേൾഡിലാണ് നമ്മൾ ചെയ്യുന്നത്. ബിക്കോസ് ഇഫ് യു കനോട്ട് ഫെയിൽ യു കനോട്ട് ലേൺ ന്യൂ തിങ്സ് ബൈ യുവർസെൽഫ്. കാര്യം എന്താ, ഈ പുതിയ കാര്യങ്ങൾ എവിടുന്ന് പഠിക്കാൻ പറ്റുക? അപ്പോൾ പരാജയപ്പെടുന്ന ട്രൈ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ട്രൈ ചെയ്യാണ്ട് മാറിയിരിക്കുകയല്ല വേണ്ടത്. നിങ്ങൾ കണ്ടെത്തേണ്ടത്, ഇപ്പോൾ നമ്മൾ നോർമലി പറയും നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് നാട്ടിൽ ഈ മാറ്റങ്ങളെല്ലാം കൊണ്ടുവരുന്നത്, ഗവൺമെന്റ് ആണ് ഈ മാറ്റങ്ങളെല്ലാം കൊണ്ടുവരുന്നത്. അവരൊന്നും അല്ല. ഇറ്റ് ഇസ് യു. നിങ്ങളുടെ ഉള്ളിൽ എന്താണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആൻഡ് അതിന് നിങ്ങളുടെ സിമിലർ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ആൾക്കാരുടെ അടുത്തെത്തുന്ന സമയത്താണ് നിങ്ങൾക്ക് ആ ഒരു കാര്യം കണ്ടുവരുന്നത്. ബിക്കോസ് യു ആർ ഓൾവേസ് ആൻ ആവറേജ് ഓഫ് പീപ്പിൾ ഹും യു ബിലോങ് ടു. നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ 5 പേരുടെ ആവറേജ്. എന്തുകൊണ്ട് ഒരാൾ വൈ കോമ്പിനേറ്റിൽ എത്തിയെന്ന് വെച്ചാൽ അന്നേ അവൻ ആ ഒരു സ്ഥലത്തേക്ക് വരുന്ന സമയത്ത് അവന്റെ ചുറ്റുമുള്ള സർക്കിൾ മാറി, കോൺവെർസേഷൻസ് മാറി, ഇത്തരം ഓപ്പർച്യൂണിറ്റീസ് കാണാൻ തുടങ്ങി. ബാക്കി 21 വയസ്സായിട്ടും അത്തരം ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാതിരിക്കുന്നത് അവന്റെ സർക്കിൾ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയതുകൊണ്ടാണ്. അപ്പൊ അത്രയും എബണ്ടന്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയുള്ള വേൾഡിൽ നമ്മൾ കുട്ടികളെ അവരുടേതായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട് പഠിപ്പിക്കുക. ആ ഡിസിഷൻ ഇപ്പൊ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനായിട്ട് പലപ്പോഴും ഈ പിള്ളേർ അനുവദിക്കാറില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പണ്ട് 10ാം ക്ലാസ് വരെ ആയിരുന്നു യൂണിഫോം ഇതിട്ടില്ല. ഇതിന് മുമ്പത്തെ തലമുറയുടെ കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് കുറെ കൂടിയൊക്കെ ബെറ്റർ ഇതായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പൊ ഡിഗ്രി ആയാലും MBA ആയാലും പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ പാരന്റ്സ് ആണ് തീരുമാനം എടുക്കുന്നത്. സ്കൂൾ ബസ് പോലെ കോളേജ് ബസ്സിൽ യൂണിഫോം ഇട്ടിട്ടാണ് ഈ കുട്ടികൾ പോകേണ്ടത്. അവരെ പെർഫെക്റ്റ് ആക്കി അവരെ ഒരു ബോൺസായി ചെടി പോലെ ഗ്രൂം ചെയ്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. എക്സ്പെക്ടിങ് ദാറ്റ് ഇപ്പൊ ഇൻഡസ്ട്രി വന്നിട്ട് ഇവരെ എല്ലാവരും എടുത്തിട്ട് പോയിട്ട് അവിടെ ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. ഇൻഡസ്ട്രി, എനിക്ക് ഇൻഡസ്ട്രിയുടെ റെപ്രസെന്റേറ്റീവ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് പറയാൻ പറ്റും, മെജോറിറ്റി ഓഫ് ദ കമ്പനീസ് ഹാസ് റീസ്ഡ് ഹയറിംഗ്. നോട്ട് ബിക്കോസ് ഞങ്ങൾക്ക് ആളിനെ വേണ്ടെന്നുള്ളതല്ല, എന്ത് തരം ആൾക്കാരെയാണ് വേണ്ടതെന്നുള്ളതിന്റെ കൺഫർമേഷൻ ഇല്ലാത്തതുകൊണ്ട്. ബിക്കോസ് ടെക്നോളജി ഈസ് ഇവോൾവിംഗ് സോ ഫാസ്റ്റ്. കഴിഞ്ഞുകൊണ്ട് 5 വർഷമൊക്കെ ഒരു ടെക്നോളജി സ്റ്റാക്ക് പഠിച്ചവരെ എടുക്കാമെങ്കിൽ ആ ടെക്നോളജി സ്റ്റാക്കുകൾ ഇവിടെ വേണ്ട. ഒരു ടെക്നോളജി സ്റ്റാക്ക് പഠിക്കുന്നതിന് ആ പഠിക്കുന്ന രീതി ഉണ്ടല്ലോ, എങ്ങനെയാണ് അവൻ പഠിച്ചതെന്ന് നമ്മൾ നോക്കുന്നത്. ഇപ്പം അത് പഠിച്ചിട്ട് നോക്കിയിട്ട് ഇവിടേക്ക് കൊണ്ടുവരാനായിട്ടുള്ള സ്ഥലത്ത് നോക്കുന്ന സമയത്ത് അവിടെ സർട്ടിഫിക്കറ്റ് അല്ല അവിടുത്തെ മാനദണ്ഡം, അവനത് ചെയ്ത കഴിവുണ്ടെങ്കിൽ അവന്റെ ചെയ്ത പ്രൂഫാണ് അവിടുത്തെ കാര്യം. അപ്പൊ ഒരു കുട്ടി നോക്കേണ്ടത് യു ഹാവ് ടു ട്രൈ, യു ഹാവ് ടു ഫെയിൽ, വീണ്ടും വീണ്ടും ശ്രമിച്ച് ഒരു കാര്യം ബിൽഡ് ചെയ്ത് വരിക എന്നുള്ളതാണ്. ഇപ്പൊ ഒരാൾക്ക് പാട്ട് പാടാനായിട്ടുള്ള കേപ്പബിലിറ്റി ഉണ്ട് എങ്കിൽ ആ പാട്ട് പാടാനുള്ള കേപ്പബിലിറ്റിയിൽ അത് ആൾക്കാരുടെ ഫീഡ്ബാക്ക് എടുക്കാനും മുമ്പിലേക്ക് പോകാനായിട്ടും പറ്റുന്ന രീതിയിലുള്ള സാഹചര്യം നമുക്ക് ചുറ്റും ഇല്ലേ? നോട്ട് ഷൈ അവേ ഫ്രം ബീങ് റിജക്റ്റഡ്, ബീങ് റിഡിക്യൂൾഡ്. അത് എപ്പോഴും ആദ്യത്തെ സാധനം മോശമല്ല, മോശമായിട്ട് ചെയ്യും. ഒരുപാട് വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ ഒരുപാട് വലിയ
പിന്നെ സമയമൊന്നും എടുക്കത്തില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുക, ഫെയിൽ ചെയ്യുക, കറക്റ്റ് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക. ആ റെപ്പിറ്റേഷൻ കണ്ടിന്യൂസ് ആയിട്ട് പോയി കഴിഞ്ഞാൽ യു ബിക്കം അഡാപ്റ്റഡ് ടു ദ ഫ്യൂച്ചർ വേൾഡ്. ഞാനൊരു UPSC ആസ്പിറന്റ്, സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു തരത്തിൽ പോകാൻ താല്പര്യമുള്ള ഒരാളായിരുന്നു. അപ്പോ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു ഗ്രാജുവേറ്റ് ഡിഗ്രി, ദാറ്റ്സ് ഓൾ ഐ വാണ്ടഡ്. ഞാൻ അതിനപ്പുറത്തേക്കുള്ള ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. അങ്ങനെ ഞാൻ കോളേജിൽ കയറുമ്പോൾ ഐ ജോയിൻ ഇൻ ദിസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഇൻ മൈ ഹോം ടൗൺ, എന്റെ ഹോം ടൗണിൽ തന്നെ. പക്ഷെ ഞാൻ ചെറുപ്പം തൊട്ടേ പഠിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു ദ ക്വസ്റ്റ്യൻ ഓഫ് വൈ. ഞാൻ എന്ത് ഡെസിഷൻ എടുക്കുമ്പോഴും ഭയങ്കര ചെറിയ കുട്ടിയായിരുന്നപ്പോഴേ പലപ്പോഴും ടിപ്പിക്കലി കണ്ടുവരുന്ന കുറെ കാര്യങ്ങളെ എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം ചോദിക്കാനായിട്ട് എപ്പോഴും ഞാൻ മനസ്സ് കാണിച്ചിരുന്നു. അല്ലെങ്കിൽ ഇങ്ങനൊരു ഐറ്ററേറ്റീവ് പ്രോസസ് വളരെ ചെറുപ്പത്തിൽ എൻ്റെ ഉള്ളിൽ നടന്നിരുന്നു. അതിനുശേഷം കോളേജിൽ വന്ന സമയത്തും, കോളേജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഒരു തുറന്ന വാതായനം, അല്ലെങ്കിൽ നമുക്ക് എക്സ്പോഷർ ഉണ്ടാക്കാൻ, സോഷ്യലൈസ് ചെയ്യാൻ, നമ്മളെ നമ്മളാക്കാൻ, നമ്മൾ ആരാന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഇടം. അത്ര മാത്രമേ ഞാൻ അതിന് വാല്യൂ പ്രൊപ്പോസിഷൻ ചെയ്തിരുന്നുള്ളൂ. അപ്പൊ ആ കോളേജിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ അക്കാഡമിക്സിന് ഒരു പെർട്ടിക്കുലർ റെലം കൊടുത്തിരുന്നു. എന്റെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് ഒരു സ്പേസ് ഉണ്ടായിരുന്നു. ഇതെല്ലാത്തിനും ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പഠിച്ചു വന്ന ഒരു നാട്ടില്, ആ നാട്ടിൻ പുറത്ത്, ആ കോളേജിൽ എല്ലാവരും ഒരു പെർട്ടിക്കുലർ ഒരു ബോക്സിൽ കൂടെ കടത്തിവിടാൻ മാത്രമാണ് എന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താ പറയാ സമ്മതിച്ചിരുന്നത്. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അതൊരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. ഞാൻ അതിന് സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയമാക്കാനല്ല. എങ്കിൽ പോലും വെള്ളിയാഴ്ചകളിൽ അവിടെ ഒരു വിശുദ്ധ കുർബാന അല്ലെങ്കിൽ ഹോളി മാസ് നടത്തുന്ന സമയത്ത് ലൈബ്രറി അടച്ചിടുന്ന ഒരു ക്യാമ്പസ് ആയിരുന്നു അത്. അത്രയും ഒരു കൺസർവേറ്റീവ് തോട്ട് പ്രോസസ് ഉള്ള ഒരു ക്യാമ്പസിലാണ് ഞാനും പഠിച്ചത്. അപ്പൊ എനിക്ക് ഇതിനോടൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ ഐ ഹാവ് ആസ്ക്ഡ് മൈസെൽഫ് വൈ, ഇത് എന്തുകൊണ്ടിങ്ങനെ. എന്നെ എന്റെ ചേച്ചിമാരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഐ ആസ്ക്ഡ് ദിസ് ക്വസ്റ്റ്യൻ വൈ. അവര് പെർഫോം ചെയ്യുന്നത് പോലെ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും ഐ ആസ്ക്ഡ് എന്തുകൊണ്ട് ഞാൻ ഇതിനെ അവരുടെ പോലെ പെർഫോം ചെയ്യും. അതിനുശേഷം കോളേജിൽ പഠിക്കുമ്പോഴും കോളേജ് എന്ന് പറയുന്നത് എനിക്ക് എന്തായിരിക്കണം എന്ന് ഞാൻ ക്യൂറേറ്റ് ചെയ്തിരുന്നു. എന്റെ മനസ്സിൽ കോളേജ് എന്ന് പറയുന്നത് സോഷ്യലൈസ് ചെയ്യാനും എന്റെ എക്സ്പോഷർ ബിൽഡ് ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് ആണ്. അത് എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ റാങ്ക് മേടിക്കാനായിട്ടുള്ള ഒരു സ്ഥലമൊന്നും അല്ല എന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ ഇത് തിരിച്ചറിയാനും എന്തോ ചെറുപ്പത്തിൽ അത് ചോദിക്കാനും ചോദ്യം ചെയ്യപ്പെടാനും ചോദ്യം ചോദിക്കാനും ഉള്ളൊരു സ്പേസ് ഞാൻ എനിക്ക് വേണ്ടി തന്നെ ബിൽഡ് ചെയ്തിരുന്നു. പക്ഷെ ഐ ഡോണ്ട് നോ 90% of other students were not able to do this. അവിടെ അവർക്ക് ഡിനൈ ചെയ്യപ്പെട്ടത് അവരുടെ റൈറ്റ് ആണ് ടു ബി റെപ്രസെന്റഡ്, ടു ബി ആൻസേർഡ്, ടു ബ്രേക്ക് ദെയർ സിസ്റ്റംസ്, ടു ബ്രേക്ക് ദെയർ ബോക്സസ്. അതിനുള്ളൊരു സംവിധാനം അവർക്ക് ഉണ്ടായിരുന്നില്ല. സോ ഞാൻ ഒരുപാട് എംപത്തൈസ് ചെയ്യുമായിരുന്നു ആ ബാക്കി 90% സ്റ്റുഡൻസുമായിട്ട്. കാരണം ഞാൻ എന്റെ കോളേജിൽ 3rd ഇയർ പഠിക്കുമ്പോൾ കേരളത്തിനെ റെപ്രസെന്റ് ചെയ്ത് ഡൽഹിയിൽ പോയി പ്രസംഗിച്ച ഒരു വ്യക്തിയും കൂടിയാണ്. ഇതൊന്നും ഒരു സാധാരണ എന്റെ നാട്ടിൽ പഠിക്കുന്ന ഒരു കോളേജിൽ വെച്ച് തന്നെ ഞാൻ ബിൽഡ് ചെയ്ത എക്സ്പോഷറാണ്. പക്ഷെ ആ എക്സ്പോഷർ ഞാൻ ഓൺ ചെയ്യുന്നതായിരുന്നു. ഇറ്റ് വാസ് മൈ ഏജൻസി. ഞാൻ അതിനെ ഓൺ ചെയ്ത് എഡ്യൂക്കേഷൻ എന്റെ ക്ലെയിം, എന്റെ റൈറ്റ് ആണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ എടുത്ത അബ്സോർബ് ചെയ്തൊരു പവറാണത്. പക്ഷെ അത് എങ്ങനെയൊക്കെയോ ചെറുപ്പം തൊട്ടേ അതെനിക്ക് സംഭവിച്ചു പോയി. മേ ബി എന്റെ പേരൻസ് അതിനുള്ളൊരു സിറ്റുവേഷൻ എനിക്ക് ഒരുക്കി തന്നതുകൊണ്ടായിരിക്കാം. പക്ഷെ എത്ര സ്റ്റുഡൻസ് അല്ലെങ്കിൽ എത്ര കുട്ടികൾ ഈ ഏജൻസി എടുക്കാൻ ഇന്ന് തയ്യാറാണ്? ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ ഒരു ഇക്കോസിസ്റ്റം നമ്മൾ ബിൽഡ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഇത് ചെയ്യുമ്പോഴും സിസ്റ്റം ഒരു വശത്താണ്, ടീച്ചേഴ്സ്, അക്കാഡമിയ ഒരു വശത്താണ്, ഇൻഡസ്ട്രി ഒരു വശത്താണ്, അതുപോലെ തന്നെ മറ്റൊരു വശത്താണ് ഇവരുടെ അപ്ബ്രിങ്ങിങ്, പേരന്റിങ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ്. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇന്നത്തെ സ്റ്റുഡൻസ്, ഇന്നത്തെ യങ്സ്റ്റേഴ്സിന് എത്രത്തോളം കേപ്പബിലിറ്റി ഉണ്ട് ടു ടേക്ക് ദ ഓണർഷിപ്പ് ആൻഡ് ബിൽഡ് ഫോർ ദംസെൽവ്സ്. ആ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അവരുടെ ക്ലെയിം ആക്കാനും അതൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് അപ്രോച്ച് ചെയ്യാനും എത്രത്തോളം ഏജൻസി ഇവിടെ ഉണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കുട്ടികൾ എന്ന് പറയുന്നത് ഐ ഹാവ് ബീൻ വിത്ത് ദം. ഞാൻ അവരെ സർവേ ചെയ്യുകയോ ഇന്റർവ്യൂ ചെയ്തല്ല, ഞാൻ അവരുടെ കൂടെ കഴിഞ്ഞ 5 വർഷമായിട്ട് നിന്ന് ബിൽഡ് ചെയ്യായിരുന്നു. കാര്യങ്ങളെല്ലാം അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവരുടെ കൂടെ നിന്ന് ബിൽഡ് ചെയ്ത് വന്നൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇന്റലിജന്റ്, മോസ്റ്റ് കേപ്പബിൾ ജനറേഷൻ എവർ. ഓക്കെ, അവർക്ക് ചെറിയൊരു വാതിൽ ഇങ്ങനെ തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ അവരത്
അവിടെ തുറന്ന് മുമ്പിലോട്ട് പോകാനായിട്ട് കേപ്പബിലിറ്റി ഉള്ളവരാണ്. ആ ഒരു ചെറിയൊരു പഴുത് പോലും കൊടുക്കാണ്ട് അവര് മൊത്തത്തിൽ പോക്കാണ്. അവര് എന്താണ് മൊത്തത്തിൽ കെമിക്കൽ മറ്റേ ഡ്രഗ് അഡിക്ട്സ് ആണ്. അവർ അമ്മയെ പറയുന്ന ഒരു വലിയൊരു നറേറ്റീവ് അവർക്ക് ചുറ്റും ഇന്ന് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇൻക്ലൂഡിംഗ് ദ മീഡിയ ഇസ് ദ റീസൺ ഫോർ ദാറ്റ്. അപ്പൊ അത് കാരണമുള്ളൊരു ചരട് അവരുടെ മൈൻഡിൽ ഒരു ചങ്ങല കിടപ്പുണ്ട്. ആ ചങ്ങലക്കുള്ള താക്കോലും അവരുടെ കയ്യിൽ തന്നെയുണ്ട്. അത് ചുമ്മാ പിടിച്ചു കളയാന്നുണ്ടേ ഉള്ളൂ. അപ്പൊ ആ ഏജൻസി അവർക്ക് വരണമെങ്കിൽ ദേ ഹാവ് ടു ഡിസൈഡ്. വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു തുരുമ്പെടുത്ത ഒരു സിസ്റ്റം. ആ തുരുമ്പെടുത്ത സിസ്റ്റത്തെ എന്താ ചെയ്യണേ? കുറെ ആൾക്കാരെ ഗ്രൂപ്പായിട്ട് കൊണ്ടുവന്ന് ഒരു ഇതായിട്ട് ജനറേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് അല്ലേ? Absolutely. ഇറ്റ് വാസ് ഡൺ ബൈ എ പേഴ്സൺ കോൾഡ് ഹെൻറി റോക്ക്ഫെല്ലർ. റോക്ക്ഫെല്ലർ ഈ ഒരു അസംബ്ലി ലൈൻ മോഡൽ ഓഫ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടാക്കിയത് തന്നെ എന്തിനു വേണ്ടിയാണ്? കഴിഞ്ഞൊരു പീരീഡിനകത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ളത് ഫാക്ടറിയിലെ തൊഴിലാളികളായിരുന്നു. ചോദ്യം ചോദിക്കാണ്ട് കംപ്ലൈന്റ് ആയിട്ട് ഒബീഡിയന്റ് ആയിട്ട് പെർമിഷൻ ചോദിച്ചു നിൽക്കുന്ന പപ്പറ്റുകളായിരുന്നു. അപ്പൊ അതിന് വേണ്ട ഒരു കണ്ടീഷനിങ് ഉള്ള ഒരു സിസ്റ്റമാണ് അവിടെ ബിൽഡ് ചെയ്തത്. ആൻഡ് ആ ജോലി സ്റ്റെബിലിറ്റി ആണെന്നും വലിയ ഓപ്പർച്യൂണിറ്റി ആണെന്ന് കണ്ട ഒരു ജനറേഷൻ, അതൊരു പാഴായി പോയ ജനറേഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിൻ്റെ നിന്നും കൂടുതലായിട്ട് ഇന്നോവേറ്റ് ചെയ്ത ഒരു കാലഘട്ടത്തിലൂടെ കടന്നു വന്നത്. അതായത് ഇന്ന് നമ്മൾ കാണുന്നതെല്ലാം കണ്ടുപിടിക്കപ്പെട്ടത് ആ ഒരു കാലഘട്ടത്തിലായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം മജോറിറ്റി ആൾക്കാർക്ക് മാസമായിട്ട് ജോലി കൊടുക്കാനായിട്ട് പറ്റുന്ന ഒരു സിസ്റ്റം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അതൊരു കംഫർട്ട് സോൺ ആയിട്ട് മാറി. Absolutely. ബട്ട് ഈ ഒരു സിസ്റ്റത്തിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മള് ഒരു വിദ്യാർത്ഥി, ഞാൻ കാണുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഇസ് ജസ്റ്റ് ലൈക്ക് എ സീഡ്. ഒരു 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 വിത്താണ്. ആ വിത്തിനകത്ത് എന്താണ് എന്ന് കണ്ടെത്താനായിട്ട് ഞാൻ എപ്പോഴും നോക്കാറുണ്ട്. അതിന് പല രീതിയിൽ ഇത് നോക്കുന്ന സമയത്താണ് നമുക്ക് അത് സ്പ്രൗട്ട് ഈ സ്ഥലത്തിട്ടാൽ സ്പ്രൗട്ട് ചെയ്യോ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഇല്ലില്ല. ഇപ്പോഴത്തെ കുറച്ച് ലോജിക് ഉണ്ട്. ചിലപ്പോൾ ലീഡർഷിപ്പിലായിരിക്കും അവർക്ക് തന്നെ, ചിലർക്ക് ഹാർഡ്വെയറിലായതായിരിക്കാം. അപ്പോൾ ഏത് തരത്തിലാണ് ഒരു എൻവയോൺമെന്റ് കൊടുത്താലാണ് അവര് സ്പ്രൗട്ട് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് അത്തരം സാഹചര്യങ്ങളിലേക്ക് അവരെ പറിച്ചു നടുക. മ്യൂലേൺ പോലുള്ള പ്രോസസ്സിലൂടെ, അല്ലെങ്കിൽ മ്യൂ ലേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയൊക്കെ ചെയ്യുന്നത്. പക്ഷെ എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിന് എതിരല്ല. അത് എക്സിസ്റ്റിംഗ് സിസ്റ്റം അവിടെ അതേ കണക്ക് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ദേ ഓൾ ഹാവ് ലിമിറ്റേഷൻസ് ടു ഡു ദിസ് ചേഞ്ച്. കാര്യം അത്രയും ആക്സിലേറ്റഡ് പ്ലേസിലാണ് ഈ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ സിസ്റ്റം ഒബേ ചെയ്യുക അല്ലാണ്ട് മാറാനായിട്ട് ടീച്ചർമാർക്ക് പോലും അധികാരമില്ല. ഈവൻ ദോ ടീച്ചർ വാണ്ട് ടു ഡു എ ചേഞ്ച്, അവർക്ക് ഓട്ടോണമി ഇല്ല. ദേ ഡു നോട്ട് ഹാവ് ഡിസിഷൻ മേക്കിംഗ് പവർ ടു ടീച്ച് വാട്ട് ദേ ആക്ച്വലി ഹൗ ടു ഡു. കാര്യം സിലബസ് നോക്കി സിലബസ് തീർത്ത് പോകാന്നുള്ളതാണ് ടീച്ചറിന്റെ റെസ്പോൺസിബിലിറ്റി. അതിനിടയ്ക്ക് ഇപ്പോൾ യൂണിവേഴ്സിറ്റീസും ബാക്കിയുള്ള എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റും ഒക്കെ പുതിയ എഡ്യൂക്കേഷൻ പോളിസിയും കാര്യങ്ങളും എല്ലാം കൊണ്ടുവരികയാണ്. ഈ പോളിസി എല്ലാം എന്തുകൊണ്ടാണ്? എവരിബഡി ഈസ് അവെയർ ദാറ്റ് ദർ ഈസ് എ നീഡ് ഫോർ ചേഞ്ച്. പക്ഷെ പ്രശ്നം എന്താ? താഴത്തെ ലെവലിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സ്ഥലത്ത് ടീച്ചർമാർ ഇന്ന് ഡോക്യുമെന്റ് എഴുതി അവരുടെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അത് കുട്ടികളിലേക്ക് ഔട്ട്സോഴ്സ് ചെയ്ത് നിങ്ങളോട് വന്നത് ഡോക്യുമെന്റ്. ഇതെല്ലാം വേസ്റ്റ് ഓഫ് ടൈം ആൻഡ് എനർജിയാണ്. ബിക്കോസ് അത്രയും എവിഡന്റ് ആയിട്ട് വേൾഡിൽ എനിക്ക് ഇഷ്ടമുള്ളത് എന്തും നേടാൻ പറ്റുമെന്ന് പറയുന്ന ഒരു ലോകത്ത് ആ എനർജീനെ തറയിൽ ഒഴിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെയാണ് എനിക്കത് ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു സിസ്റ്റത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മള് ഒരു പയറിന്റെ വിത്ത് ഒരു പിന്നെന്താണ് ഒരു വയലിട്ട് കഴിഞ്ഞാൽ അത് മുളച്ചു വരുന്ന പയറിന്റെ ചെടിയായിട്ടായിരിക്കും അല്ലേ? Absolutely. പക്ഷെ നമ്മുടെ ഈ ഓരോ വിദ്യാർത്ഥിയുടെ വിത്താണെന്ന് പറയുമ്പോൾ ഇതിനെ എല്ലാത്തിനെയും ഒരു ബണ്ടിലിൽ കൊണ്ടുവരും. ഇവർ ഇത്രയും മെക്കാനിക്കൽ വിത്തുകളാണ്, ഇവര് മൊത്തം സിവിലിന്റെ വിത്തുകളാണ്. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് സംതിങ് ദാറ്റ് ഈസ് വിത്തിൻ ദം. അവരല്ല ആ തീരുമാനം എടുത്തത് പോലും എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നിട്ട് അതിനെ മുളപ്പിച്ച് എങ്ങനെയെങ്കിലും എടുത്ത് ഒരു ബോൺസായി ചെടി പോലെ വെച്ചിട്ട് ഓരോ സ്ഥലത്തായിട്ട് ട്രേഡ് ചെയ്യാണ് ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ഇത്രയും കാലം അതായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇനി അങ്ങനത്തെ ബോൺസായിട്ട് ചെയ്യുമ്പോൾ ഇറ്റ് വാസ് വർക്കിംഗ് എക്സാക്ട്ലി. അതുകൊണ്ട് അത്ര ഇത്രയും കാലം അത് വർക്ക് ചെയ്തില്ലേ? എവറിത്തിങ് വാസ് വർക്കിംഗ് എക്സാക്ട്ലി ആൻഡ് ലോട്ട് ഓഫ് പീപ്പിൾ became successful. സക്സസ് എന്ന് പറയുന്നത് എന്താണെന്നുള്ള വേറെ കാര്യമാണ്. പക്ഷെ ഒരുപാട് പേർക്ക് ഈ സിസ്റ്റം അവരെ പ്രിപ്പയർ ചെയ്ത് അവിടെ എത്തിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ ഇമിനന്റ് ആയിട്ട് ഇന്നത്തെ പ്രശ്നം എന്താ? ആ സ്ക്രിപ്റ്റ് അവിടെ വർക്കിംഗ് അല്ല. ദ വേൾഡ് ഈസ് കംപ്ലീറ്റ്ലി ചേഞ്ചിങ്. ആൻഡ് ആ ചേഞ്ചിങ് വേൾഡിലേക്ക് സ്വന്തമായിട്ട് വേര് താഴേക്ക് പോയി വെള്ളം വലിച്ചെടുത്ത് ഉയരത്തിലേക്ക് വളരാൻ കഴിവുള്ള വൃക്ഷങ്ങളാവാനുള്ള കേപ്പബിലിറ്റി ഉള്ള യുദ്ധത്തിന് അതായിട്ട് നിന്ന് കഴിഞ്ഞാൽ മാത്രമേ അവിടെ സർവൈവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. So each and everyone has to look inside within and ask, എനിക്ക് എന്തിനാ സന്തോഷം കിട്ടണേ? What actually made me happy? So because ഈ സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ സിഗ്നൽസ് ആണ്. ആ സിഗ്നൽസിനെ തേടി നിങ്ങൾ പോയിട്ട് അതിനനുസരിച്ചുള്ള ആൾക്കാരെ കണക്ട് ചെയ്ത് അത് ഒരു കരിയർ ആയിട്ട് വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലത്തേക്കുള്ളതാണ് എങ്കിൽ ദാറ്റ് ഈസ് യുവർ സിഗ്നൽ. അത് വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നതല്ല, അല്ലാത്തൊരു സ്ഥലമാണെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് യുവർ സിഗ്നൽ. വേൾഡ് എന്ന് പറയുന്നത് രണ്ടായിട്ട് തിരിയപ്പെടാനായിട്ട് പോവുകയാണ്. നേരത്തെയും ആ വേൾഡ് രണ്ടായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. ഇടതുപക്ഷവും വലതുപക്ഷവും. ക്യാപിറ്റലിസ്റ്റ് ഒരുപാട് കാശുള്ള ആൾക്കാർ അവർ എന്ത് ചെയ്യണം? വലിയ ഫാക്ടറികൾ ഉണ്ടാക്കുന്നു, ബാക്കി തൊഴിലാളികൾ അവിടെ
ജോലിക്ക് പോകുന്നു, ഇവർ സംഘടിക്കണം ചെയ്യണം. ഇടതുപക്ഷം വലതുപക്ഷമായിട്ട് ഈ വേൾഡിനെ മൊത്തം ചിരിച്ച് എല്ലാ പൊളിറ്റിക്കൽ സിസ്റ്റവും അതിനെ ബേസ് ചെയ്താണ് ബിൽഡ് ചെയ്തിരുന്നതെങ്കിൽ ആ സിസ്റ്റം തന്നെ ഇറലവന്റ് ആയിരിക്കുകയാണ്. ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു സാധനത്തിന് ആക്സസ് എന്ന് പറയുന്നത് ചിലർക്ക് മാത്രം ഉണ്ടായിരുന്ന ഒരു ലോകത്തായിരുന്നു ആ സാധനം റിലവന്റ് ആയിരുന്നത് എങ്കിൽ Absolutely. ഇന്ന് ക്യാപിറ്റൽ ഈസ് കംപ്ലീറ്റ്ലി ഡീസെൻട്രലൈസ്ഡ്. ഇന്നത്തെ ലോകത്തെ ബില്യണേഴ്സ് എല്ലാവരും ഫസ്റ്റ് ജനറേഷൻ ബില്യണേഴ്സ് ആണ്. യു ജസ്റ്റ് ലുക്ക് ദ ടോപ്പ് 10 പീപ്പിൾ ഇൻ ദ വേൾഡ്. ആർക്കും പരമ്പരാഗതമായിട്ട് കൈമാറി കിട്ടിയതല്ല ആ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദേ മെയ്ഡ് ദ വേ ബിക്കോസ് ദേ ഡിസൈഡഡ് ടു ഫൈൻഡ് വാട്ട് മേക്ക് ദം ഹാപ്പി ആൻഡ് മൂവ് ഫോർവേഡ് ഇൻ ദാറ്റ് ഡയറക്ഷൻ. ഒരുപാട് പ്രാവശ്യം പരാജയപ്പെട്ടപ്പോൾ വീണ്ടും ശ്രമിച്ച് മുമ്പിലോട്ട് പോകാൻ ഗ്രിറ്റ് ആൻഡ് പെർസവറൻസ് കാണിച്ച എല്ലാ ആൾക്കാർക്കും സക്സസ് ആവാൻ പറ്റുന്ന ഒരു വേൾഡിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ രണ്ടായിട്ടാണ് ഈ വേൾഡിന് മുന്നിലേക്ക് പോകുന്നത്. കാര്യം ഇൻഫർമേഷൻ ഏജ് കഴിഞ്ഞു, IT-യുടെ കാലം കഴിഞ്ഞു. ഇന്ന് നമ്മുടെ സർക്കാർ തന്നെ IT ഡിപ്പാർട്ട്മെന്റ് ഫ്യൂച്ചർ ടെക്നോളജീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട് കൺവേർട്ട് ചെയ്യാൻ റീനെയിം ചെയ്യണം. കാര്യം എന്ന് വെച്ചാൽ ഫ്യൂച്ചർ എന്താണ് ഈ ഫ്യൂച്ചർ ടെക്നോളജീസ്? ഓക്കെ, അപ്പൊ ഈ ഒരു വേൾഡിനകത്ത് ഇന്റലിജൻസ് ഇറയിലേക്കാണ് നമ്മുടെ ഇടം. ഇന്റലിജൻസിന്റെ വേൾഡിനകത്ത് ശരിക്കും ആൾക്കാർക്ക് എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാലും നിനക്ക് നല്ലൊരു പ്രോബ്ലമാണ് സോൾവ് ചെയ്യാൻ കഴിയുന്നത് എങ്കിൽ, ആ പ്രോബ്ലം ജെന്യൂൻ ആണ്, ആൾക്കാർക്ക് ആവശ്യമുള്ളതാണ് എങ്കിൽ ക്യാപിറ്റൽ നിന്റെ പിറകെ വരും. ഓക്കെ, Absolutely. അപ്പൊ രണ്ടു തരം ആൾക്കാർ വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു തരം ആൾക്കാർ എന്ന് പറയുന്നത് ഇന്ന് മൊത്തം അൽഗുരിതമാണ് നിങ്ങളുടെ തീരുമാനങ്ങളെയും കാര്യങ്ങളെയും കൺട്രോൾ ചെയ്യുന്നത്. അതിന്റെ കൺസ്യൂമേഴ്സ് ആയിട്ട് നിൽക്കുന്ന ഒരു ആൾക്കാർ. ദേ ആർ കണ്ടിന്യൂസ്ലി കൺസ്യൂമിങ് ദിസ് തിങ്, ഹു ആർ മൂവിങ് ടുവേർഡ്സ് എ വേൾഡ് വർ ദേ ആർ ബിക്കമിങ് ഇറലവന്റ്. അവന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയാലും എന്ത് ചെയ്ത് കഴിഞ്ഞാലും അവൻ കൺസ്യൂമർ ആണ് എങ്കിൽ അവൻ ഇറലവന്റ് ആയിട്ടുള്ള ഒരു സൈഡിലും, ഇപ്പുറത്തെ സൈഡിൽ ക്രിയേറ്റർ ബിൽഡർ എന്ന് പറയുന്ന ഒരു ആൾക്കാർ എന്ത് കാര്യവും തനിയെ എടുത്ത് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ബിൽഡ് ചെയ്യാൻ കഴിവുള്ളവരാണ് എങ്കിൽ അവനോട് അവസരമുണ്ട് വേൾഡിലേക്ക് പോകുന്നത്. സോ വേൾഡ് ലെഫ്റ്റും റൈറ്റിനും പകരം ഇനി മാറാനായിട്ട് പോകുന്നത് കൺസ്യൂമേഴ്സും Consumers-ഉം ബിൽഡേഴ്സുമാണ്. വിച്ച് സൈഡ് യു ബിലോങ്. ആൻഡ് അതിന് ഏജ് ബാരിയർ ഇല്ല, സർട്ടിഫിക്കറ്റ് ബാരിയർ ഇല്ല, ആൻഡ് കാശുണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രശ്നമല്ല. എനിത്തിങ് യു വാണ്ട് ഇറ്റ് ഈസ് പോസിബിൾ, ബട്ട് നിന്റെ ചുറ്റുമുള്ള സർക്കിൾ മാറ്റേഴ്സ്.